ഞങ്ങളിപ്പം നിൽക്കുന്നത് ഞങ്ങൾ വിഴിഞ്ഞ ഹാർബറിൻ്റെ സ്ഥലത്താണ്. നമ്മുടെ അദാനി ഗ്രൂപ്പ് സ്ഥലമെടുത്ത് വിഴിഞ്ഞ ഹാർബറിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളെ ഇവർ മാറ്റി പാർപ്പിച്ചു. 400ഓളം കുടുംബങ്ങൾക്ക് കെട്ടിടങ്ങൾ കൊടുത്തു. അവർ വളരെ സ്വർഗീയമായ ജീവിതം നയിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അവരുടെ വിശേഷം അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലായ ഒരു കാര്യം ഭയങ്കര ദുരിതത്തിലാണെന്നാണ്. ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും ഇവിടെ കുടുംബപരമായിട്ട് ജീവിക്കുന്ന ആളുകളും ഒക്കെ വളരെ ദുരിതത്തിൽ കിടക്കുകയാണ്. അവർക്ക് നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം വലിയ എന്തോ സംവിധാനമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ വളരെ കൊടിയ ദുരിതത്തിൽ കഴിയുകയാണെന്ന്. നല്ലൊരു ശൗചാലയമില്ല, കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നു. അതുപോലെ മാലിന്യങ്ങളൊക്കെ ഇവിടെ കെട്ടിക്കിടക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്, മത്സ്യം കിട്ടാത്ത ഒരവസ്ഥയായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഇതൊക്കെ ഹോട്ടലുകാരായാലും ശരി തന്നെ. മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത് മത്സ്യം പിടിച്ചാൽ തന്നെ അവർ അതിൻ്റെ രീതിയിൽ വല്ലം കിട്ടിയാൽ അവരെ മക്കളും കുട്ടിയെ വളർത്തുന്നുണ്ട്. ഇത് മത്സ്യം ഇല്ലാതെ ഇരുന്ന് അവരെന്തിനായി ഹോട്ടലുകാരൻ്റെ ഇതിൽ പോയി നമ്മൾ ജോലി ചെയ്യാൻ ഇല്ല. വീട്ടിൽ വെള്ളമില്ല. ചില സമയം ഒരു തട്ടുണ്ടല്ലോ അത് പൊളിഞ്ഞു വിടുന്നുണ്ട്. നമ്മളുടെ അടുത്ത് 56,000 രൂപ വാങ്ങിച്ചു ഫ്രീ ഫ്ലാറ്റ് എന്നാണ് തന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്നുള്ളത്. എന്താണ് സഹായം? അവർ പറഞ്ഞിട്ടുള്ള എന്താണ് സഹായം ഇവിടെ കൊടുക്കുന്നുണ്ട്? ഇവിടെ ഒരു സഹായവും അവർ കൊടുക്കുന്നില്ല. അദാനിക്കാരും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. പാവങ്ങൾക്ക് വെച്ചു കൊടുത്ത കെട്ടിടങ്ങളെ 4ആയിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കയറിക്കിടക്കാൻ നിവർത്തിയില്ല. കൊടുത്തത് ഫ്ലാറ്റാണ്. അത് ബാത്റൂം എത്രയേ കൊള്ളാം. അങ്ങനെ എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ കൊടുത്തവർ. അവർ ആദ്യം നേരത്തെ കിടന്ന ഒരു ചെറ്റക്കുടിലെങ്കിലും നല്ല വിശാലമായ കുടിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. പഴയ വിഴിഞ്ഞത് നിങ്ങൾ ഒരു ടി വിയിൽ ഇത് മോഡൽ എടുത്ത് നോക്കി. പഴയ വിഴിഞ്ഞം ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു വിഴിഞ്ഞം ബോർഡ് എടുത്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തുള്ളത് നിങ്ങളുടെ സീനിയറെ വിളിച്ചിട്ട് അവരെ വിളിച്ച് ഇത് കൗൺസിലറെ വിളിച്ചിട്ട് നോക്കി. സാറേ ഇത് പഴയ വിഴിഞ്ഞമല്ല. അതേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാനുള്ള അതേ ഉള്ളൂ. ഒരു മണിക്കൂർ ഒരു മുങ്ങാറ് വിരുത്ത മുങ്ങലാണ്. ഞങ്ങൾ കുളിയാളി ചുപ്പിടിപ്പാണ്. ഒരു മുങ്ങാറിന് 1000 രൂപ വെച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒപ്പുവച്ചില്ല. 2000 രൂപ എന്ന് പറഞ്ഞാണ് ലൈൻ പിടിച്ചുവിട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ വച്ചപ്പോൾ ആ ജോലി നമുക്കില്ല. ഇവനക്ക് 2 ലക്ഷം രൂപ ഒരു കുളിയാലി കൊടുത്തു വിടണം. അവരെ പേര് വിളിച്ചപ്പോൾ പോയി അവിടെ നമ്മളെ വട്ടകര തിരുവനന്തപുരം ഇപ്പുറത്ത് അവിടെ പോയി നിങ്ങൾ രേഖ കൊണ്ട് പോകണം, ഈ നാടെ വിട്ട് ഞങ്ങൾ വിളിയണം. ഇതാണ് അവർക്ക് സത്യവിശ്വാസമാണ്. പക്ഷേ ഞങ്ങൾ എവിടെ പോയി ഈ 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകാൻ പറ്റും? ബുദ്ധിമുട്ടാണ് ഉള്ളത്. കാരണം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം നഗരസഭ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബയ്യാറിൻ്റെ ഇതുണ്ടല്ലേ, അത് വണ്ടിയിൽ അടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഡ്രൈനേജർ കംപ്ലീറ്റ് ഇപ്പോൾ നിറയുന്നതാണ് ചെയ്യുന്നത്. മഴ വരുന്ന സമയത്തിന് കൊച്ചു കുട്ടികൾ പോലും നടക്കാനുള്ളൊരു സൗകര്യം അവർക്ക് കിട്ടുന്നില്ല. ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളായിട്ടുള്ളത്. ഇതാ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മേയർ ഉണ്ടായിരുന്നു ഇവിടെ. മേയർ വന്ന് സ്ഥലം സന്ദർശിച്ചിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ കൗൺസിലർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്ന സമയത്തിന് അവിടെ തന്നെ ആ ഡ്രൈനേജർ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്താണ് അത് ഉണ്ടാക്കുന്നത്, സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ നഗരസഭയിൽ നിന്നോ അല്ലാതെ നമ്മളിവിടെ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ താമസിക്കുന്ന എല്ലാവരും തന്നെ അതെല്ലാം സൗകര്യം ചെയ്യുന്നിട്ടുള്ളത്. അല്ലാതെ നമുക്ക് നഗരസഭയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. അതിനുള്ള ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പോയിരിക്കുന്നതാണ്. ഫ്ലാറ്റ് കംപ്ലീറ്റ് പൊളിക്കാണ് ഇരിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഏത് സമയം എന്നില്ല അത് സംഭവിക്കും. ഇവിടെ നിങ്ങൾ ഇടിങ്ങിങ്ങനെ വിളുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് 25-ാം തീയതി മേലിൽ നിന്ന് സെൻസൈഡിൽ നിന്ന് ഇടിഞ്ഞ് പൊട്ടി വിളുന്ന ഭാഗമാണ് ഇതിൽ. പിന്നെ നമ്മൾ നന്നാക്കിയാണ്. കാരണം നമ്മൾ പിന്നെ കൊച്ചു കുട്ടികൾ പിന്നീട് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഏറെപ്പോൾ ഒരു 3-4 വർഷം വരെ താമസിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് താമസിക്കാൻ പറ്റൂല. നമ്മളിവിടെ ചേരിയായിരുന്നു. അതായത് ഒരു 10-30-40 വീടുണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഇറക്കി
ഇവിടെ നല്ല രീതിയിൽ വീട് നിർമ്മിച്ച് കൊടുക്കും എല്ലാ. അപ്പോൾ പാവങ്ങളല്ലേ, അപ്പോൾ നല്ല വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ ഇവിടെ പട്ടയമൊന്നുമില്ല. പട്ടയത്തോടെ വീട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് റെഡിയായി. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേതെന്ന് വെച്ചാൽ ഈ 4 നില ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ വീട്ടിൽ ഇപ്പോൾ 2 ഫാമിലി ഉണ്ടെങ്കിൽ 2 നില, 3 ഫാമിലി എങ്കിൽ 3 നില, അതായത് ഒറ്റ ഫ്ലാറ്റായിട്ട്. പക്ഷേ അത് എങ്ങനെ പറഞ്ഞ് കുറേ പേര് ഇറങ്ങി. പിന്നെ കുറേ പേര് ഈ ഭാഗത്ത് ഇറങ്ങിയില്ല, ഞങ്ങൾക്ക് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് കടന്ന് അവരെ വെള്ളിയാഴ്ച നേരം ജുമയ്ക്ക് നേരം പോലീസ് കൊണ്ടുവന്ന് അടിച്ചിറക്കി. അവരടിച്ചിറക്കി പോലെ ഇറക്കി. അത് നമുക്കറിയാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ അത് പറയാനെന്ത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് അത് കെട്ടിയതൊക്കെ ആയി, കെട്ടി നല്ല രീതിയിൽ കെട്ടാമല്ലോ. ഈ സെപ്റ്റി ടാങ്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് ഉപ്പുവെള്ളമാണ്, കടൽ മണ്ണാണ്. 1 അടി താഴ്ച, അതായത് 1 അടി കോരിയപ്പോൾ തന്നെ എല്ലാം വെള്ളമാണ്. അതിൽ അവർ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഒരുമാതിരി സെപ്റ്റി ടാങ്ക് എടുത്ത് വെച്ചതിന് ശേഷം എന്ന് ഓരോ ദിവസം മാലിന്യം പുറത്ത് പൊട്ടി വരും. അപ്പോൾ ഈ കുറേ ഈ കോർപ്പറേഷൻ കൗൺസിലർ മുഖേനൊക്കെ അടിച്ചടിച്ച് കളയും. ആ ഭാഗത്തൊന്നും അടിച്ച് കളഞ്ഞിട്ടില്ല. അവിടെയൊക്കെ വൃത്തിയേടായി, കൊച്ചുകുട്ടികളൊക്കെ ഓടണ എല്ലാവർക്കും മക്കളും കുട്ടികളും ഉണ്ട്. ഈ ഇടയിലും ഇപ്പോൾ മേയർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാം, മേയർ എല്ലാം ചെയ്യാം, നിങ്ങളൊക്കെ ഐക്യത്തോടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ്. വീടിൻ്റെ എല്ലാം കംപ്ലൈൻറ്റ്. എൻ്റെ ഒരു വീട് നോക്കിയാൽ പിന്നെ അതുപോലെ എല്ലാ വീടെന്ന് മനസ്സിലാവും. ചിലവർ ശരിയാക്കി റൂമിൻ്റെ അകത്ത് ബാത്റൂമും കുളിമുറിയൊക്കെ നോക്കി. ഇതെല്ലാം നമുക്കിത് പരിഹരിച്ച് തരണം. ഇങ്ങനെയാണ് ഒരു വീട് ചെയ്യുന്നത്. ഇടിഞ്ഞു വിളന്നിട്ട് എല്ലാം ഇളക്കി. ഇനി നമ്മളെ ബാധ്യത തീർന്ന് ഇനി നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊക്കെ ശരിയാക്കണം. പിന്നെ അതുകൊണ്ട് പിന്നീട് നമ്മളൊന്നും ചെയ്തില്ല, നമ്മളൊന്നും പിന്നെ പരാതി പറയൂല. നമുക്ക് പണം ഇവിടെ നിന്ന് കിട്ടാൻ നമുക്ക് നിത്തുന്ന വൃത്തി കഴിക്കാനും കൂടെ പൈസ ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ ശരിയാക്കി ഇതും കണ്ടുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നു. കക്കൂസിന് സ്ഥലം നമ്മൾ നേരത്തെ എഴുതി കൊടുത്തു. പഞ്ചായത്തിൽ കൗൺസിൽ ഇരുന്ന സമയത്ത് നമ്മൾ എഴുതി കൊടുത്തു. അവർ സ്ഥലം നോക്കിയിട്ട് അവർ പോയി. പിന്നെ ഇതുവരെയായിട്ട് യാതൊരു ഇതുമില്ല. നമ്മൾ ഈ കടപ്പുറത്തും ഇവിടെയൊക്കെ പോവും. പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോവും, അവരൊക്കെ സഹോദരന്മാർ വീട്ടിൽ പോവും. ഇവിടെ അദാനി പറഞ്ഞിട്ടുണ്ട്, 2016 മുതൽ പറഞ്ഞു ഇവിടുത്തെ അടിസ്ഥാനരഹിതമായിട്ട് എല്ലാ വികസനവും ഇവിടുത്തെ ആൾക്കാരെ അവർ കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ എന്ത് സൗകര്യമാണോ ഉണ്ടാക്കി കൊടുത്തത്? ആർക്കും ഒരു സൗകര്യം ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. മീൻ പിടിക്കുന്നത് വെച്ചാൽ ഈ പോർട്ട് ഇവിടെ വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗം തന്നെ ഒരുപാട് കഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴാണ് പഴയകാലം പോലെ ഒരു മീനില്ല, കല്ലമക്കായില്ല, ചിപ്പി എന്ന് പറയുന്ന ഐറ്റംസും തീർന്നു ഈ അദാനി പോർട്ട് വന്നതിന് ശേഷം. ഇവിടെ പിള്ളേരും കുട്ടികളും വയസ്സായ ആൾക്കാരെല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്മെല്ലെടുത്ത് അസുഖം വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് പോകുമ്പോഴേക്ക് കൊച്ചുങ്ങളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം അസുഖം പിടിക്കുകയാണ്. ഈ അസുഖം ഒന്ന് പഠിച്ച് ആരാണ് കൊണ്ടത്? ചികിത്സ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും? കയറുമരുന്ന് നോക്കുമോ? ആരും നോക്കൂല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ നടപടി നിങ്ങൾ ഈ ചെയ്യണം. കല്യാണം ചെയ്ത് കൊടുക്കേണ്ട കുട്ടികളുണ്ട്, മുലപ്പാൽ കൊടുക്കേണ്ട കുട്ടികളുണ്ട്. ഇതൊക്കെല്ലാം അസുഖം ബാധിച്ചാൽ ഒരിടത്തും അവസാനിക്കില്ല. ചെയ്യാൻ വേണ്ടി അവർ വന്നു. അവർ പറയട്ടെ. വേസ്റ്റിൽ പോകാൻ വഴിയില്ലാത്ത ചാണലുകൾ കെട്ടിക്കിടന്നൊക്കെ നാറ്റവും മൂക്കൊടുത്തിരിക്കാൻ വഴിയില്ല. അതിനിടയ്ക്ക് വെള്ളങ്ങളൊന്നും ഇല്ലാതെ. നിങ്ങൾക്ക് വീട് കിട്ടിയപ്പോൾ അറിയത്തില്ലായിരുന്നോ ഈ സംഭവം? അല്ല, നമ്മളെന്ത് ചെയ്യാം, ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ താക്കോല് വാങ്ങിച്ച് കയറി കിടക്കുന്നത്. നമുക്ക് വേറെ വീടില്ലല്ലോ, പിന്നെ അങ്ങനെയാണ് കയറി കിടക്കുന്നത്. ജീവിത വരുമാനമൊക്കെ എങ്ങനെയാ? ജീവിത വരുമാനം ഈ കടലിൽ കൊണ്ട് നമുക്ക് എങ്ങനെയാ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ഒരു കുടുംബത്തിനപ്പുറം താമസിക്കാൻ പറ്റത്തില്ല. കേട്ടോ, ഫാമിലി ആയിട്ട് താമസിക്കാൻ ഒരു പെണ്ണും ഒരു ഭാര്യ ഭർത്താവും താമസിക്കാൻ പറ്റും. ബാക്കി സൗകര്യങ്ങളില്ല. വീടുകളാണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞിടിഞ്ഞ് പോവുക. പിന്നെ ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നത് കക്കൂസ് വേസ്റ്റ് വെള്ളങ്ങളൊന്നും എടുക്കാൻ വലുതായിട്ട് വരണില്ല. കക്കൂസ് വെള്ളം തന്നെ എടുക്കുമെന്ന് പറയണത്. പിന്നെ പാത്രം കെട്ടിയൊക്കെ കഴിവുള്ള പാത്രം വെള്ളം എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് പലരും മേജറൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി. ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മുകളിൽ മുതൽ അറ്റം മുതൽ ഒന്ന് ഇടിഞ്ഞു വീഴുക. ഈ ഭാഗങ്ങളൊന്നും വെള്ളങ്ങളൊക്കെ ഞങ്ങളൊക്കെയാണ് ഈ പൈസ അവിടത്തൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഓടെ വിടുന്നില്ല. എല്ലാ അവസ്ഥ. പിന്നെ ആരോട് പറഞ്ഞ
പിന്നെ എല്ലാവരും ഒന്ന് അധികാരികൾ നോക്കിയിട്ട് പോവുകയില്ലേ, നോക്കിയിട്ട് പോയിട്ട് ഒന്നും നടപടി ഉണ്ടാവുന്നില്ല. അതിൽ ചെയ്യാം. ബാത്റൂമിലോ ടോയ്ലറ്റിലുള്ള അല്ലെ കിച്ചണിലുള്ള ഒരു വെള്ളം ഒരു വേസ്റ്റോ പോകാനോ ഒരു വാക്കുമില്ല. അത്രയും അവസ്ഥപ്പെടുകയാണ് ഇങ്ങനത്തെ ഫ്ലാറ്റിൽ. നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കാൻ? അതുകൂടെ ഈ ഫ്ലാറ്റിൽ വയസ്സായ ഒരു പാർട്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അബോധാവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മരണം സംഭവിച്ചാലും കൊണ്ടുപോകാനും എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്.